നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂടത്തിലും ചാണ്ടി ഉമ്മനും എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ക്ലിയറായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇല്ലാതാവും. അത്രയും മനോഹരമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കാണണം. അതായത് അവരുടെ ഉമ്മൻചാണ്ടി, നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൂതകാലവും ഉമ്മൻചാണ്ടി സാർ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത് എല്ലാം അവർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷമാണ്. കുടുംബമൊക്കെ ഇവിടെ തന്നെ പുതുപ്പള്ളി ഹൗസിൽ. എങ്ങനെയാണ് അമ്മ പഴയ ആ ക്രിസ്മസും ചാണ്ടി സാറുള്ള സമയത്തുള്ള ക്രിസ്മസ് ഇപ്പോഴത്തെ ക്രിസ്മസും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എന്നറിയാം. എന്തായാലും എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? ഒരിക്കലും ആ ക്രിസ്മസ് ആഘോഷമെന്ന് പറയാൻ പറ്റത്തില്ല. സമാധാനപരമായ ഒരു ക്രിസ്മസ്, പീസ്ഫുൾ ലവിങ് ക്രിസ്മസ്, ഒരു മെറി ക്രിസ്മസ് എനിക്ക് എൻ്റെ ഹൃദയം അനുകൊണ്ട് സമ്മതിക്കത്തില്ല. ഇന്നലെ വൈകിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. മുഹമ്മദ് എൻ്റെ ഉള്ളിൽ കിടക്കൊക്കെ ചെയ്ത് രാത്രിയിലേ വന്നപ്പോഴേ എനിക്കിതിന് ഒത്തിരി ലോട്ട് ഓക്കെ ആയി. എപ്പോഴും എല്ലാ കാലത്തും എന്തായാലും അത് പറ്റത്തില്ലല്ലോ, അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് സമയത്തായിരിക്കും ഉമ്മൻചാണ്ടി സാർ. ഞങ്ങള് ഒത്തിരി എനിക്ക് ക്രിസ്മസിനും ഓണത്തിനുമാണ് മിസ് ചെയ്യുന്നത് ഒത്തിരി. ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫ് ഉമ്മൻചാണ്ടി സാറിനെ മറന്നിട്ടില്ല എന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ സമയത്ത് എന്ത് തിരക്കിൻ്റെ എത്തുമായിരുന്നു. ഞങ്ങള് ഈസ്റ്ററിനും പള്ളിയിൽ പോവും, പെസഹായ്ക്ക് ഒന്നിച്ച് പള്ളിയിൽ പോവും. ക്രിസ്മസ്, ഈസ്റ്റർ, സത്യത്തില് ആ സമയത്തായിരിക്കും കൂടുതലായി നമുക്ക് അവൈലബിൾ ആയിട്ട് അപ്പോഴേ ഒന്നിച്ചുള്ള ഒരു എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടലൊക്കെ ആകുമ്പോഴത്തേക്കേ അതിൻ്റെ ഒരു ഇപ്പൊ പക്ഷെ ചാണ്ടി ഒരു ഒത്തിരി അതങ്ങ് ഈ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു 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 പരിധിവരെ ആ കോമ്പൻസേഷൻ നടക്കുന്നുമുണ്ട്. ചാണ്ടിയാണ് കൂടുതലായും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും അതൊരു പുരുഷനും കൂടെ ആയതുകൊണ്ടേ കഥമുണ്ടും കഥശിഷ്ടം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കഥമുണ്ടും കഥശിഷ്ടനോടും അറിയാതൊരു ഇത് വരുമല്ലോ. ചാണ്ടി ഇപ്പൊ കിട്ടാറില്ലേ? ചാണ്ടി എപ്പോഴും കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. അത്ര തിരക്കാണ് ഇപ്പൊ ചാണ്ടിയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന. മോനെ കുഞ്ഞിനെക്കാട്ടി ഒത്തിരി തിരക്കായി. 2 വർഷമല്ല അയാൾ MLA ആയിട്ട്. ഉമ്മൻചാണ്ടി 77 എന്നെ വിവാഹം കഴിക്കുമ്പോഴും MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷെ ആ തിരക്കിനെക്കാട്ടും ഒത്തിരി തിരക്കാ 2 വർഷം കൊണ്ട്. പിന്നെ എനിക്കെപ്പോഴും ചാണ്ടിയുടെ 1-2 കാര്യങ്ങൾ എന്നെ ഒത്തിരി ആശ്വാസം തരുന്നത്. ഞാൻ പലപ്പോഴും ഞായറാഴ്ച ദിവസം അവിടെ കാണില്ല, ചില ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലുണ്ട്. അപ്പം ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഞെട്ടി നോക്കിയിട്ട് കുഞ്ഞാണോ നിൽക്കുന്നത്? കുഞ്ഞിൻ്റെ ആൾക്കാരുടെ ഇങ്ങനെ കുഞ്ഞ് നിൽക്കുന്ന പോലെ ചാണ്ടുവ നിൽക്കുന്നു, കൊണ്ട് ഷർട്ട് കൊടുത്താണ്. പിന്നെ അവനും കല്ലറയിലെ പോവും. ചിലപ്പോൾ ദിവസം പറ്റുമെങ്കിൽ വൈകിട്ടും പോകുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വലിയ ആശ്വാസം തരുന്ന. പിള്ളേരെല്ലാം ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? അത് ലിമിറ്റ് വരല്ലേ പറ്റുള്ളൂ, അത് പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും കാണണം. അതായത് ഇനി ചാണ്ടി ഉമ്മനൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പ്ലേ ചെയ്തുതരാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ചാണ്ടി ഇപ്പോൾ ഓടി നടക്കുകയാണെന്നുള്ളതാണ്. എല്ലായിടത്തും ഓടി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിലും ഈ ഓട്ടം വളരെ പ്രധാനമായിട്ട് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. ഇത് എങ്ങനെയാ ഈ ഒരു ഓട്ടത്തിലേക്കൊക്കെ എത്തുന്നത്? എങ്ങനെയാണ് ഈ ഭാരത് ജോഡോ യാത്രയിലായി പണ്ടങ്ങനെ ഞാൻ ഓടുന്ന ഒരു ഇതില്ല. പക്ഷെ ഭാരത് ജോഡോ യാത്ര ഇത്രയും ദൂരം നടക്കണ്ടേ? നടക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബോറിംഗ് ആകുമ്പോഴാണ് ഒന്ന് ഓട്ടം ട്രൈ ചെയ്ത് നോക്കിയത്. അല്ല, സാധാരണ ഇപ്പൊ ഉമ്മൻചാണ്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചാണ്ടിന്റെ ഇപ്പൊ കതർമുണ്ട്, പിന്നെ ഹെയർ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയായിട്ട് കമ്പയർ ചെയ്യും. അതെ, പിന്നെ ഓട്ടം പക്ഷെ ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ ഓടിയതായി കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചാണ്ടി ഭാരത് ജോഡോ യാത്ര നമ്മൾ ട്രൈ ചെയ്ത് പിന്നെ നിലമ്പൂര്, പിന്നെ രണ്ടാമത്തെ ഒരു സ്ഥലം നോക്കിയത് ലോക്കൽ ബോഡി. നമുക്കൊരു ബോറിംഗ് ആകുമ്പോൾ ഒരു എനർജി കൂടുന്നു അവിടെ. അങ്ങനെ ഒരു വ്യത്യാസം. നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ സ്ലഗിഷ് ആയി പോകും. ചെറിയൊരു ഹെൽത്തും ആസ്പെക്ട് ഉണ്ടല്ലോ. പിന്നെ നമുക്കൊരു എനർജി കൂടുന്നപ്പോഴാണ് ഒരു വ്യത്യാസം. ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചാണ്ടിക്കും ഇപ്പോ അപ്പയുടെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവില്ല ക്രിസ്മസ് സീസൺ ഒക്കെ. എന്ത് ചോദ്യം മോനെ, മിസ് ചെയ്യാതുണ്ടാവും? ആരാണ് ഉമ്മൻചാണ്ടി സാർ, നിനക്ക് അറിയില്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ക്രിസ്മസിന് ഇവിടെ എല്ലാ
പക്ഷെ എന്തൊക്കെയാണെങ്കിലും ക്രിസ്മസിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡൽഹിയിൽ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ മിക്കവാറും ക്രിസ്മസിന് തിരുവനന്തപുരത്താണ് ഞങ്ങൾ പിന്നെ ആഘോഷിക്കില്ല പുറത്ത്. എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ കൂടി ഉണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു ഉണ്ടായില്ലേലും ഒരു 9 മണി 10 മണിയാകും പോകും. അതായത് ക്രിസ്മസിന് പള്ളി പോയാലും പുള്ളി ഒരു 9-10 മണി ഭക്ഷണം കഴിച്ചിട്ട് പുള്ളി പുതുപ്പള്ളിക്ക് പോകും. അത് ഒരു റിച്വലായിട്ട് തന്നെ ചിലപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ച്. രാവിലെ എല്ലാവരും കൂടി ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഒരു സംഭവം. ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സ് പരിചയക്കാരൊക്കെ പണ്ട് വരുമായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ അത്രയും ആൾക്കാരങ്ങനെ നമ്മളെ വരാറില്ല. അവരവരുടെ ഫാമിലി എല്ലാവരും അങ്ങനെ ആയിരിക്കും. വളരെ ചുരുക്കം പേര് പിന്നെയും വന്നത്. ഓർത്തെടുക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്മസ് ദിനത്തിലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും സ്വാഭാവികം. ക്രിസ്മസ് ഞാൻ കൊച്ചായിരുന്നപ്പോഴേ ഒരു പ്രാവശ്യം ഞാനന്ന് പള്ളി മിസ് ചെയ്തു. അപ്പോൾ ഞാനങ്ങ് ഡിസ്റ്റർബ്ഡ് ആയി പള്ളിയിൽ പോകണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് എനിക്കിപ്പോഴും അത് വർഷമൊന്നുമല്ല. പിന്നെ അതിനൊക്കെ ഒത്തിരി മുമ്പ് ഈ സാന്റ ഗിഫ്റ്റ് ചെയ്തത് അപ്പൊ തന്നെ കൊണ്ടുവെക്കുന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തില് പുള്ളി കൊണ്ടിങ്ങനെ ഈ സാന്റ അത് അപ്പൊ വെക്കുന്ന കൊച്ചുകുട്ടിയല്ലേ അത് ഞങ്ങള് ഗിഫ്റ്റ് കൊണ്ട് വെക്കും. പള്ളിയിൽ പോകുമ്പോ 3 പേർക്ക് എടുത്ത് വെക്കും. അപ്പൊ ഈ അച്ചു കുറച്ചുകൂടി ഇൻക്വിസിറ്റീവാണല്ലോ. ഒരു 8 ക്ലാസ് കൊണ്ടായപ്പോ ചോദിച്ചു ഇതെങ്ങനെ സ്റ്റൈൽ പെൻസിൽ സാരൊക്കെ സാധാരണ. പിന്നെ അത് ഞങ്ങള് തുറന്നോണ്ടിരുന്നത് പിള്ളേർക്കൊരു ഇഷ്ടം. എനിക്ക് ഞാൻ ഇപ്പൊ പിള്ളേരുമായിട്ട് നോക്കുമ്പോ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നതേ, ഓണത്തിനോ ക്രിസ്മസിനോ എല്ലാവരും പിള്ളേർക്കൊക്കെ ഉടുപ്പും മറ്റുള്ള ഗിഫ്റ്റ് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, മിഠായിയോ സ്വീറ്റ്സോ. പക്ഷെ എൻ്റെ 3 പിള്ളേരും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഉടുപ്പ് താന്നോ ഗിഫ്റ്റ് താന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുമില്ല. അതെനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ അതിശയമായിട്ട് തോന്നുന്നു. എബി ചോദിക്കാറില്ലെങ്കിൽ എബിക്ക് ആഗ്രഹമുണ്ട് കിട്ടുമെന്ന്. കൊച്ചു പോലല്ലേ ആരും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ട ഗിഫ്റ്റുകൾ അവർ തന്നെ പോയി വാങ്ങിലേക്ക് മാറിയല്ലോ. ഞാൻ ചാണ്ടി പിന്നെ ഇടയ്ക്ക് ഈ ക്രിസ്മസിന്റെ ഒക്കെ ഇതിങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ചാണ്ടി ഒരുപാട് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പാട്ടൊക്കെ പാടുന്നത് കണ്ടായിരുന്നു. എന്ത് രസകരമല്ലേ ഇത് കാണാൻ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. 3 പേരെ പിന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് മറിയക്കുട്ടി മാത്രമേ ഗീതം വരെയോ എങ്ങാണ്ട് നന്നായിട്ട് തുടർന്നു. അച്ചു പറയും എനിക്ക് പാട്ട് പഠിക്കണം, ഡാൻസ് പഠിച്ചാൽ മതി. അച്ചു പറയും. ചാണ്ടി ചാണ്ടി പറയും. പക്ഷെ സാറ് വരുമ്പോ പറയും സാറേ ഞാൻ പഠിച്ചത് അമ്മയോട് പറഞ്ഞേക്കണേന്ന്. പക്ഷെ ചാണ്ടിക്ക് നല്ല പുറത്തുനിന്ന് ഏതൊക്കെയോ ഒരു പിന്നെ പുറത്തു പോയി പഠിക്കുന്ന സമയത്തുള്ള ഒരു പാട്ട് അങ്ങനെയൊക്കെ ഞാൻ ഇത് കണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇപ്പോഴും 1993 ഈ കോളനിയിൽ ഞങ്ങൾ ക്രിസ്മസ് 92 ഞാനായിരുന്നു അതിനകത്ത് സാന്റ. അപ്പൊ മൊത്തം വീഡിയോയിലും പോയി സാന്റ ആയിട്ട് ഇതൊക്കെ ചെയ്തെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിവിടെ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒരുമിച്ച്. ഈയിടെ ചാണ്ടി ഒരു പാട്ട് പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പുറമെ വേറൊരു ഗാനം കൂടി ഈയിടെ 2 രീതിയിലേ ചാണ്ടി പോയപ്പോ അത് നമ്മളെ PC ആണ് അത് പാടി വീണ്ടും ഹിറ്റാക്കിയത്. അതിനുശേഷം പിന്നെ ചാണ്ടി പാടി, പിന്നെ അത് ഹിറ്റായി. അത് അമ്മ കേട്ടായിരുന്നോ? കേട്ടു. കൊള്ളായിരുന്നോ? പക്ഷെ അത് ഭയങ്കരമായിട്ട് വൈറലായി ആ പാട്ട് പാടുന്നത്. ആരും പോവല്ലേ, നമുക്ക് രാഹുൽ മാങ്കൂടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വിഷയമൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. നല്ല രസകരമാണ്. എൻ്റെ വീഡിയോ കുറേ കുടുംബ പ്രേക്ഷകർ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മൊത്തത്തിൽ വെക്കുന്നത്. ഓക്കെ, അവരൊക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത്. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഭയങ്കര ഒരു ജനങ്ങളുടെ ഇടയിൽ വലിയൊരു കണക്ട് ഉണ്ട്. ഈ പണ്ട് കരോളിലൊക്കെ ഈ പറയുന്ന പോലെ സാന്റ ഒക്കെ ആയിട്ട് പോകുന്ന സമയത്തും ചാണ്ടി ഈ പറഞ്ഞ കുറച്ച് കുസൃതിക്കാരനായിരിക്കും അല്ലേ? കുസൃതിക്കാരനല്ലായിരുന്നു ചാണ്ടി. എൻ്റെ വീട്ടിലെ കുഞ്ഞിൻ്റെ വീട്ടിലെ നിങ്ങളുടെ ഫാദറിന്റെ മദറിന്റെ ഒക്കെ വീട്ടിൽ ഏറ്റവും ചെറിയ സന്തതിയാണ് ചാണ്ടി. അപ്പോൾ ഒരു അരിമയോട് വളർത്തിയാണ് ചാണ്ടി. ഇവിടെ തന്നെ ആണെങ്കിൽ ഞാൻ അമ്മേൻ്റെ സിസ്റ്റർ പിന്നെ മറിയക്കുട്ടി, അച്ചു, ഡാലി എന്ന് പറഞ്ഞൊരു നമ്മുടെ പോറ്റമ്മോനുണ്ടായിരുന്നു. ഇവിടെ 35 വർഷം ഉണ്ടായിരുന്നു.
അപ്പൊ അവര് ചാണ്ടിമോനെ ഇങ്ങനെ ഈ 3-4 സ്ത്രീകളെ ഇടക്കിടന്ന് അവര് സോഫ്റ്റ് സ്റ്റാൻഡിയുടെ ഉള്ളിൽ ഉണ്ട്. ആ ശരിയാ ശരി. പിന്നെ ചാണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ? അടികൂടൊന്നും ചെയ്തിട്ടില്ല രണ്ടുപേരും? അടിയോ അത് ഇല്ലാത്ത എന്തൊക്കെയുണ്ട്. അല്ല, അച്ചു ആയിരുന്നു കുസൃതി. അപ്പം അച്ചു പക്ഷെ നല്ല കലാകാരിയായിരുന്നു. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ദാഗവല്ലിയെ പേടിയായിരുന്നു. ഇവിടെ അത് ലോഡ് ഷെഡിങ് ഉണ്ടല്ലോ പണ്ട്, ലൈറ്റ് പുള്ളിക്കാരി ദാഗവല്ലിയാവും. വിടമാട്ടെ വിടമാട്ടെ കാണിക്കും പേടി. ചാടി ഓടും. പിന്നെ മറിയത്തിന്റെ ഓർമ്മ എങ്ങനെയാ ഈ പറയുന്ന ക്രിസ്മസും ഈ ഇതുമൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാ? ഈ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ. ക്രിസ്മസില് അപ്പയായിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയില് ഞങ്ങള് ചിലപ്പം പോകത്തില്ല, രാവിലെ ആണെങ്കിൽ പോയില്ലെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചായിരിക്കും. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മരിക്കുന്നവരെ നമ്മളെല്ലാ ക്രിസ്മസിനും കൂടെ ട്രീയും സ്റ്റാറും പുൽക്കൂടും ഒക്കെ വെക്കുമായിരുന്നു. അച്ചു വന്ന് മറ്റേ ക്രിസ്മസ് വില്ലേജ് അത് ഇതേപോലെ ഇലക്ഷന്റെ തലേ വർഷം ഈ സമയത്ത് പുള്ളിക്കാരത്തി ഐഡിയാസ് ഒക്കെ ഈ ഒരു പകുതി വർഷം അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഇപ്പം അതൊക്കെ അവർക്കടെ തന്നെ ഒരു വലിയ എന്ത് രസകരമല്ലേ, എന്ത് നീട്ടല്ലേ അവരുടെ ഒരു ഫാമിലി. ഉമ്മൻചാണ്ടി സാറിന്റെ ഫാമിലി എന്ത് നീട്ടല്ലേ. ഓക്കെ, എന്തായാലും ബാക്കി കൂടി കേട്ടേക്കാം. ചാണ്ടിമോനെ പണ്ട് ഇങ്ങനത്തെ ഓണവും ഞങ്ങൾ ആഘോഷിക്കും. ഓണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയണ്ട ബാക്കി. ഓണം കഴിച്ചിട്ടാണ് ക്രിസ്മസ്. അപ്പൊ അത്തപ്പൂ ഇടും. അത്തപ്പൂട്ട് നല്ലതായിട്ട് അച്ചു ഇടും. അച്ചുട്ട് വെച്ച് ചാടി ഓടി തട്ടി കളയും. അതാ ഞാൻ നേരത്തെ ചോദിച്ചു, കുസൃതിക്കാരനാണോ? ചാണ്ടി ഇപ്പൊ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മരിയ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ രാഷ്ട്രീയത്തിനോട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ ആദ്യം മുതലേ ചാണ്ടിക്ക് രാഷ്ട്രീയം വളരെയധികം ചെറിയ പ്രായം മുതലേ തൊട്ട് എന്റെ 90s ഈ ഒരു ഷോ ഉണ്ടായിരുന്നു, വേൾഡ് ദിസ് വീക്ക്. അതായത് എന്റെ ഫേവറേറ്റ് ഒരു 91 തൊട്ട് ഞാനത് അവസാനിക്കുന്നവരെ കണ്ടിരുന്നു. അത് NDTV അന്ന് ദൂരദർശനിൽ അത് ചെയ്യുന്ന എനിക്ക് ഇപ്പോഴും. അപ്പം ഇറാഖ് വാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണെങ്കിലും നാഷണൽ പൊളിറ്റിക്സ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആളെന്ന് പറഞ്ഞാൽ, എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയാണ്. ഇവർ രണ്ടുപേരുമല്ല, ഇവരെക്കാട്ടി മേളിലാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ. കുട്ടിക്കാലം മുതലേ ഇപ്പൊ രാജീവ് ഗാന്ധി ഒരു കഥയല്ല, നടന്ന സംഭവമുണ്ട്. ചാണ്ടുമണിയില കാർണർ സ്കൂളിൽ പഠിപ്പായിരുന്നു, UKGയിലോ ഏതോ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ചാണ്ടിമോൻ്റെതായ ഒരു ക്രിസ്മസ് കാർഡാന്ന് തോന്നുന്നു. ക്രിസ്മസ് കാർഡ് രാജീവ് ഗാന്ധിക്ക് അയച്ചു. അപ്പൊ ഉമ്മൻചാണ്ടി മകൻ എന്ന രീതിയിൽ ഒന്നുമല്ല, സ്കൂൾ സ്റ്റുഡന്റ്. പിറ്റേന്ന് അതിന് പിന്നെ ഒരാഴ്ചക്കുള്ളിൽ മറുപടി വന്നു, ഇങ്ങോട്ട് അയച്ചു. അങ്ങനെ ആ ഒരു ബന്ധം കൂടി. പിന്നെ മോനങ്ങ് UKG പഠിക്കുന്ന സമയത്ത് സ്വന്തം നിലയിൽ തന്നെ രാജീവ് ഗാന്ധിക്ക് ക്രിസ്മസ്. സ്വന്തം നില എന്ന് വെച്ചാൽ ഇതിൽ അയക്കുകയാണ്, പക്ഷെ എന്റെ അഡ്രസ് വെച്ചിരിക്കുന്നത് സ്കൂളിലെ അഡ്രസ്സാ. ഇവിടുത്തെ അഡ്രസ് വെച്ചിട്ടില്ല, സ്കൂളിലെ അഡ്രസ് വെച്ച് അയക്കുക. അപ്പൊ അന്നും ഇഷ്ടം, പുള്ളി ഭയങ്കര ഇഷ്ടം, എന്താണെന്നറിയില്ല, അന്ന് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുള്ളിക്ക് അയച്ച് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ മറുപടി വന്നു. ഈസ്റ്റർ ഇങ്ങോട്ട് അയച്ചു. അടുത്ത ഈസ്റ്റർ 1 വർഷം കഴിഞ്ഞാൽ തോന്നുന്നു, 1 വർഷം എന്റെ കൃത്യം എനിക്ക് ടൈം ഇതറിയില്ല, പക്ഷെ എന്തായാലും 1 വർഷത്തിനുള്ളിൽ ഇങ്ങോട്ട് കാർഡ് അയച്ചു. അപ്പൊ 2 കാർഡ് ഒരു പ്രധാനമന്ത്രി അയക്കുക എന്ന് പറഞ്ഞാൽ അതില് പ്രധാനമന്ത്രിയുടെ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, നല്ല രസകരമാണ്. നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഓക്കെ, ഈ രാഷ്ട്രീയത്തിന് പുറമേ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ട്രാവലിംഗ് ഇഷ്ടമായിരുന്നു. ട്രാവലിംഗ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ട് പിന്നെ ലക്ഷദ്വീപ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ PM സൈദിന്റെ ഓർമ്മയ്ക്ക് പോയതാ. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലിയായിട്ട് വലിയ അടുപ്പായിരുന്നു, കാരണം ഫാദറുമായിട്ട് വലിയ അടുപ്പായിരുന്നു അദ്ദേഹത്തിന്. അവിടെ ഈ അണ്ടർ വാട്ടർ ഡ്രൈവിംഗ് ഉൾപ്പെടെ അങ്ങനെ കണ്ടായിരുന്നു. ഞാൻ സ്വിം ചെയ്യാൻ പോയായിരുന്നു, അത് കഴിഞ്ഞ് അണ്ടർ വാട്ടറും പോയി. ഞാൻ സ്വിം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ സ്വിം ചെയ്തിട്ടുണ്ട് കടലില്. അതുകൊണ്ട് ഞാൻ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ചാടിയത്. അതും ഒരു ഞാൻ പോയിട്ട് കൊല്ലത്ത്, കോഴിക്കോട്ട്, തിരുവനന്തപുരത്ത് 3 പ്രാവശ്യം കടലിൽ ചാടിയിട്ടുണ്ട്.
ഒരു സാഹസിക പ്രിയം കൂടിയാണല്ലേ. മോനോട് മാത്രം നമ്മൾ ചോദിച്ചില്ല, അതെല്ലാം കേൾക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ ഈ കഥകളൊക്കെ കേട്ടിട്ട്? അപ്പയായിട്ടുള്ള ഒരു ഏറ്റവും മെമ്മറബിൾ ക്രിസ്മസ് എന്ന് വെച്ചാൽ അപ്പയുടെ അവസാനത്തെ ക്രിസ്മസ് നമ്മളെല്ലാവരും ഒരുമിച്ച് ബാംഗ്ലൂരിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു മെമ്മറിയാണ്. ചാണ്ടി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പിന്നെ വല്ലാതെ ആക്റ്റീവായിട്ട് കാണാറില്ല. ഉണ്ടല്ലോ, നമ്മള് ഫേസ്ബുക്കിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടി ഈ പോറ്റിയൊക്കെ എത്തിയ പാട്ട് അത് ഞാൻ എടുത്തിട്ടു. അത് കണ്ട 20 ലക്ഷം പേരാ 2 ദിവസം കൊണ്ട്. അതൊരു 19 അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ചാണ്ടി എപ്പോഴും ഈ ജനങ്ങൾക്കിടയിൽ തന്നെ അങ്ങനെ ആ രീതിയിലാണ് ചാണ്ടിയുടെ ഒരു ആഗ്രഹവും ചാണ്ടി ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ. കാരണം ഇവിടെ എപ്പോഴും ഈ വീട് ഒരിക്കലും empty ആയിരുന്നില്ല. ഈ വീട് എപ്പോഴും ഇവിടെ ആ ബെഡ്റൂം വരെ അപ്പുറത്തെ ഓഫീസ് റൂം ഈ സ്റ്റെപ്പിന്റെ ഇവിടെ വരെ ആളുണ്ട്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനൊരു കാര്യമാണ്. അതിപ്പോ ക്ലിഫ് ഹൗസ് ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ജീവിതകാലം മൊത്തം ഇങ്ങനെ ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് വ്യത്യാസമില്ല. ആളൊഴിഞ്ഞ് ഒന്നും ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു അല്ലേ? അന്നൊന്നും ഇത് നമുക്ക് അപ്പം വെറുതെ ഇരിക്കുന്ന സെക്കൻഡ് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ നല്ല രസകരമായി തോന്നി, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. എൻ്റെ മുഖത്തൊക്കെ കുറച്ച് വർക്ക് ഉണ്ട്, ഇന്നലെ 2 ദിവസമായിട്ട് വർക്ക് തീരെയില്ല, അതുകൊണ്ടാണ് നമുക്ക് രജിസ്റ്റർ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു സെക്കൻഡേ ഉണ്ടായിട്ടില്ല. അതാണ് ഈ അപ്പോൾ ഒരു പക്ഷേ ഇത്രയും കാലം ഉണ്ടായി, ഇപ്പോൾ 2 വർഷം ചാണ്ടിയാണ് അവിടെ. അപ്പോൾ എത്രത്തോളം പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇപ്പോൾ തരുന്ന സ്നേഹം, നേരത്തെ നല്ല സ്നേഹം തരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി MLA എത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു അല്ല, അത് വളരെ ഒത്തിരി എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ കൂടിപ്പോയതും എനിക്ക് അത്രയും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പുതുപ്പള്ളിക്ക് മാത്രമല്ല, പുതുപ്പള്ളി പുറത്തും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ എനിക്ക് അങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ട്. ചാണ്ടി സത്യത്തിൽ സാധാരണ ഒരു MLA ആണെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികളോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക. സാധാരണ അവർ ചെയ്യുന്നതിനേക്കാൾ മുകളിൽ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ചാണ്ടിക്ക് എപ്പോഴും കോമ്പറ്റീഷനായി വരുന്നത് ഉമ്മൻചാണ്ടി സാറായിരിക്കും. കാരണം എതിർ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലായിരിക്കുമല്ലോ അവിടെയുള്ള ജനങ്ങൾ ചാണ്ടിയെ കാണുക. അല്ല, നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, കാരണം എത്തത്തില്ല അവിടെ. പക്ഷെ 2 വർഷം കൊണ്ട് മുന്നും ചെയ്തതിനെക്കാട്ടി കവർപ്പ് ചെയ്ത് വെച്ചു. ചാണ്ടി അതിനെക്കാട്ടി കൂട്ടി ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞ് എത്രയോ വർഷം കൊണ്ടല്ലേ. അമ്മ അങ്ങനെ എന്തെങ്കിലും വിമർശനമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചാണ്ടിയോട് വിമർശനം പറയുന്ന ചാണ്ടി വിശ്വര് ഉമ്മൻചാണ്ടി ചാണ്ടിയോട് വ്യത്യാസം. ഉമ്മൻചാണ്ടിയോട് പറയാം, ഭിത്തിയോട് പറയുന്നു ഒരുപോലെയുള്ളൂ, എന്ത് വേണേലും പറയാം. പക്ഷെ പുള്ളി ഉൾക്കൊള്ളും, മറുപടി ഒന്നും പറയത്തില്ല. ചാണ്ടിവനാണെങ്കിൽ അതേ ഒരു അമ്മ എനിക്കൊരു സ്നേഹം തരണം, എനിക്കൊരു എപ്പോഴും എൻകറേജ് തരണം എന്നുള്ള ഒരാറ്റൂടാ. അപ്പൊ ഈയിടെയാണ് ചവിട്ടി പിടിച്ചു, ഞാൻ മാറ്റി പിടിച്ചു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കെട്ടിച്ച സുഖം പറയാറില്ല. എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ടിങ് ആയിട്ട് പറയാം, അത് നന്നായി, ഇത് നന്നായി, നല്ല കാര്യങ്ങൾ മാത്രം പറയാം. അല്ലെങ്കിൽ അതിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചിലെ പിള്ളേർ 18 വയസ്സാകുമ്പോൾ ഞാനൊരു സ്ട്രിക്റ്റ് മദറായിരുന്നു. അവരെപ്പോഴും കുഞ്ഞിൻ്റെ വഴിക്ക് പോകുമ്പോൾ എനിക്ക് ഇവരെ ഈ വഴിക്ക് വിട്ടാൽ അവരൊന്നും ശരിയായി വരത്തില്ല. ചാണ്ടി ഏറ്റവും അധികം വിമർശനം കിട്ടിയത് പ്രദേശത്തു നിന്നാണ്, LDFന്റെ ഭാഗത്തു നിന്നാണോ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്? ഇനിയിപ്പോ ഒരു വീട്ടുകാർ പറയുന്ന വിമർശനമാണ്, ഏതാണ് അങ്ങനെ കൂടുതലായിട്ട്? എല്ലാ ദിവസവും ഉണ്ടല്ലോ, അത് ചെറുപ്പം തൊട്ടുള്ളതാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും വിചാരിക്കോ ഇതൊരു മുഖ്യമന്ത്രിയുടെ വീടാണ്, കഴിഞ്ഞു പോയ ഒരു മുഖ്യമന്ത്രിയുടെ വീടാണ്, ഒരു ഈഗോ ഉണ്ടോ, എന്തെങ്കിലും ഒന്നുണ്ടോ? നോർമലായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ഇവർ സംസാരിക്കുന്നത് എന്തൊരു ക്വാളിറ്റിയാണ്, വല്ലാത്ത ക്വാളിറ്റിയാണ് ഈ ഒരു കുടുംബത്തിനുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. പറയുമോ ചാണ്ടിക്ക് എന്താ അത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞപ്പോ എന്താ പറയാനുള്ളതിന് മറുപടി? ഒന്നും പറയില്ല, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ? അല്ലെ, കുറച്ച് നാളായിട്ടേ ഉള്ളു കേട്ടോ. അത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇത്രയും വയസ്സായ പിള്ളേരുടെയൊക്കെ ചാറ്റി പറഞ്ഞ കുഞ്ഞു പോയി, അവർക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഒരു സ്നേഹമില്ല. പക്ഷെ അമ്മ ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാണ് ഐ വോണ്ട് ടു ബി ജസ്റ്റ് മദർ. ചാണ്ടി ഇപ്പൊ പറഞ്ഞത് വീട്ടിൽ നിന്നുള്ള വിമർശനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി പറഞ്ഞു സ്നേഹത്തോടെ മീൻസ് ഒരു ഇതിൽ മാറ്റാന്ന്. പക്ഷെ അല്ലാതെ വിമർശനം വരുമല്ലോ, അതിനെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടും പലയിടത്തുനിന്ന് എനിക്ക് തോന്നുന്നു ചാണ്ടി സാറിനൊക്കെ ഒരുപാട് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, എല്ലാവരോടും കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ചാണ്ടി അതിൽ നിന്നൊരു വ്യത്യാസം? സ്വാഭാവികമാണ്, നമ്മളിപ്പോ എന്ത് ചെയ്താലും അതിനൊരു മറുവശം കാണാം. പക്ഷെ ഇവിടെ ബോധപൂർവമായിട്ട് മറുവശം ഉണ്ടാകുമ്പോഴാണ് നമുക്കുള്ള വിഷയം. കാരണം 100% ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഓക്കെ, നല്ല രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ അവസാനിപ്പിക്കുന്നു.
നമുക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കുടത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചത് ഞാനൊരു ഫോട്ടോ സൈഡിൽ വെച്ച് തരാം. അതായത് കണ്ണീരോടെയാണ് നമ്മുടെ രാഹുൽ മാങ്കുടത്തിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിച്ചത്. പാവം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കള്ളക്കേസ് അദ്ദേഹത്തെ വേട്ടയാടി, എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് ഊരണം. ആ കേസ് കാരണം അദ്ദേഹത്തിന് സീറ്റ് പോലും കിട്ടുന്നില്ല. എന്തായാലും ആ കേസിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അദ്ദേഹത്തിന് വലിയ സ്ഥാനം തന്നെ കൊടുക്കുമെന്നാണ് നമുക്ക് ഇടുന്ന വിവരമൊക്കെ. അപ്പോൾ ഷാഫി പറമ്പിൽ നല്ല തിരക്കിലാണ്, ഇലക്ഷൻ്റെ സമയമാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ക്രിസ്മസ് ആശംസിച്ചത്. ഇന്ന് ഏതായാലും ഷാഫി പറമ്പിൽ ഒരു വീഡിയോ വരും, വലിയ വലിയ പള്ളിക്കൊക്കെ പോയത്. അങ്ങനെ അതിന് ഷാഫി പറമ്പിൽ പുറപ്പെട്ടു എന്നാണ് നമുക്കിടുന്ന വിവരമൊക്കെ. അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 3:30-4 മണി സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉറക്കമൊന്നും ഇല്ല, ഇപ്പോൾ കിടന്നുറങ്ങണം ഇത് ഷൂട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.